ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠന മികവ് രേഖയിലെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, അതായത് സാമൂഹ്യശാസ്ത്രത്തിൽ 1 മുതൽ 10 വരെയുള്ള ആക്ടിവിറ്റി കാർഡ്സാണ്, പ്രവർത്തന കാർഡുകൾ. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി കാർഡ് നോക്കാം. മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കൂട്ടുകാരെ, ആദ്യത്തെ ആക്ടിവിറ്റി കാർഡാണ്. ഇൻ 1453 the Turks conquered Constantinople. It resulted in the fall of the Eastern Roman Empire. Many people, including scholars, artists, and writers, fled from Constantinople to nearby areas. A large section of people arrived in Italian cities. What are the reasons for most people to flee from Constantinople to Italian cities? Complete the table. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. നമുക്കറിയാലോ, അതോടെ കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അതിൽ തന്നെ ഒരു വലിയ വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഭൂരിഭാഗം ജനങ്ങളും പലായനം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? കണ്ടെത്തി എഴുതാം. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ഒരു പോയിന്റ് എന്താണ്? അറ്റാക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ തുർക്സ്. തുർക്കിയുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം. നമുക്കറിയാം, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചതുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തത്. ഇനി നമുക്കിവിടെ കുറച്ച് പോയിന്റ്സ് കൂട്ടിച്ചേർക്കാം. Italy was a country that upheld the rich Greco-Roman tradition. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. The rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. These traders were keen to preserve the historical and cultural heritage. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. കൂട്ടുകാരെ, ഈ 3 കാരണങ്ങളാണ് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പലായനം ചെയ്തത്. ഓക്കെ, ഇനി പ്രവർത്തന കാർഡ് 2 ആണ്. ഇൻ യൂറോപ്പ് ഫ്രം ദ മിഡീവൽ പീരീഡ് to 13th century, changes occurred in art forms, history, literature, painting and sculpture. Analyze the social changes that occurred from medieval period to the 13th century in Europe and complete the table. 13ാം നൂറ്റാണ്ടായതോടെ യൂറോപ്പിൽ കലാ, സാഹിത്യം, ചരിത്രം, ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ എല്ലാ മേഖലകളിലും മാറ്റങ്ങളുണ്ടായി. ഓക്കെ, എല്ലാ മേഖലയിലും മാറ്റങ്ങളുണ്ടായി. 13ാം നൂറ്റാണ്ടായതോടെ യൂറോപ്യൻ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ വിശകലനം ചെയ്ത് ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പട്ടിക 2 ആക്കി തിരിച്ചിട്ടുണ്ട്. 1, മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൻ്റെ സവിശേഷതകൾ. 2, 13ാം നൂറ്റാണ്ടോടെ ഉണ്ടായ മാറ്റങ്ങൾ. ഇങ്ങനെ 2 ടേബിളാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ പീരീഡ്, ചേഞ്ചസ് ദാറ്റ് അക്വയർഡ് ഇൻ ദ 13th century. മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഓക്കെ, മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. ലാറ്റിൻ, ഗ്രീക്ക് എന്നീ 2 ഭാഷകളായിരുന്നു അന്ന് സാഹിത്യങ്ങൾ, അതായത് കൃതികൾ രചിച്ചിരുന്നത്. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം നൽകിയിരുന്നില്ല. ഓക്കെ, ദ ഫൈൻ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഇൻ ദ മിഡീവൽ പീരീഡ് വർ സെൻറ്റേർഡ് ഓൺ ദ റിലീജിയസ് ഐഡിയോളജി. ദ ടെക്സ്റ്റ്സ് വർ ഇൻവാരിയബിളി റിട്ടൺ ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആസ് ദീസ് ലാംഗ്വേജസ് വർ കൺസിഡേർഡ് എലൈറ്റ് ആൻഡ് സ്കോളർലി. ഹ്യൂമൻ ലൈഫ് ഡിഡ് നോട്ട് ഹാവ് ഇമ്പോർട്ടൻസ്. കൂട്ടുകാരി, ഇനി 13ാം നൂറ്റാണ്ടോടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചേഞ്ചസ് ദാറ്റ് അക്കേർഡ് ഇൻ ദ 13th century. പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. കൂട്ടുകാരി, മധ്യകാലഘട്ടത്തിൽ ഗ്രീക്ക്, ലാറ്റിൻ എന്നീ 2 പണ്ഡിത ഭാഷകളായി അവർ കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ ഭാഷകളിലായിരുന്നു ആ കാലഘട്ടത്തിൽ കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13ാം നൂറ്റാണ്ടോടെ
പ്രാദേശിക ഭാഷകൾ, അതായത് ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് അങ്ങനെയുള്ള ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. നവോത്ഥാനം ആരംഭിച്ചു. മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകി. മധ്യകാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. They did not give importance to human life. Gave way to regional languages. Renaissance began. Humanism grown. ഹ്യൂമനിസം എന്നാൽ മാനവികത എന്നാണ്. കൂട്ടുകാരി, ആ പ്രവർത്തന കാർഡിൽ തന്നെ 2 പ്രവർത്തനങ്ങളുണ്ട്. കംപ്ലീറ്റ് ദ വേർഡ് വീൽ ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പദചക്രം പൂർത്തിയാക്കാം. കൂട്ടുകാരി, നമുക്ക് പൂർത്തിയാക്കാം. നോക്കൂ, നവോത്ഥാനം എന്നാണ് പദചക്രത്തിൻ്റെ മധ്യത്തിൽ നൽകിയിരിക്കുന്നത്, അതായത് റിനൈസൻസ്. അറിയപ്പെടാത്ത കാര്യങ്ങളും പ്രപഞ്ച നിയമങ്ങളും അന്വേഷിച്ച് കണ്ടെത്താനുള്ള താല്പര്യം. കൂട്ടുകാരി, ഇതിന് യുക്തിചിന്ത എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഇൻ എക്സ്പ്ലോറിംഗ് ദ അൺനോൺ ഇൻഫർമേഷൻ ആൻഡ് ദ ലോസ് ഓഫ് ദ യൂണിവേഴ്സ്. അതിനെന്താണ് നമ്മൾ പറയുന്നത്? യുക്തിചിന്ത അഥവാ യൂണിക് തോട്ട്സ്. അടുത്തതായി പ്രൊമോട്ടഡ് റീസണിംഗ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. സംഭവങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും കാര്യകാരണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അത് അന്വേഷാത്മകതയാണ്. സ്പിരിറ്റ് ഓഫ് എൻക്വയറി. പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ഡെവലപ്മെൻറ്റ് ഓഫ് വെർനാക്കുലർ ലാംഗ്വേജസ്. അതെന്താണ്? മതപരമായ ആശയങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു. ഓക്കെ, പ്രാദേശിക ഭാഷകളുടെ വളർച്ച മൂലം മതപരമായ ആശയങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു. റിലീജിയസ് ഐഡിയാസ് ഹാവ് ബിക്കം ലെസ് ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമനിസം, മാനവികത. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം ലഭിച്ചു. ഹ്യൂമൻ ലൈഫ് ഗോട്ട് ഇമ്പോർട്ടൻസ്. ഹ്യൂമനിസത്തിലൂടെ, അതായത് മാനവികതയിലൂടെ മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിച്ചു. കൂട്ടുകാരി, ഇനി നമുക്ക് 3ാമത്തെ പ്രവർത്തനം നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റേഴ്സ് ആൻഡ് their ബുക്സ് ടു കംപ്ലീറ്റ് ദ ആൽബം. സാഹിത്യകാരന്മാരെയും അവരുടെ പുസ്തകങ്ങളെയും തിരിച്ചറിഞ്ഞ് ആൽബം പൂർത്തിയാക്കാം. കൂട്ടുകാരി, ഇവിടെ അവരുടെ പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അത് ഉപയോഗിച്ച് ഈ ആൽബം പൂർത്തിയാക്കണം. നമുക്ക് പൂർത്തിയാക്കാം. നോക്കൂ, പെട്രാക്കിൻ്റെ പുസ്തകമാണ് സീക്രറ്റം. പെട്രാക്ക് സീക്രറ്റം. ഡാൻഡിയുടെ പുസ്തകമാണ് ഡിവൈൻ കോമഡി. ഡാൻഡി ഡിവൈൻ കോമഡി. ബൊക്കാച്ചിയോയുടെ പുസ്തകമാണ് ഡെക്കാമറൻ കഥകൾ അഥവാ ദ ഡെക്കാമറൻ. ബൊക്കാച്ചിയോ ദ ഡെക്കാമറൻ. ഇറാസ്മസിൻ്റെ പുസ്തകമാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. സെർവാൻഡിയുടെ പുസ്തകമാണ് ഡോൺ കിക്സോട്ട്. സെർവാൻഡസ് ഡോൺ കിക്സോട്ട്. നമുക്ക് പ്രവർത്തന കാർഡ് 4 നോക്കാം. ഐഡൻറ്റിഫൈ ദ ആർട്ടിസ്റ്റ് ആൻഡ് ദ ആർട്ട് വർക്ക്സ് ടു കംപ്ലീറ്റ് ദ ആൽബം. കലാസൃഷ്ടികളെയും കലാകാരന്മാരെയും കണ്ടെത്തി ആൽബം പൂർത്തിയാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരി, നമുക്ക് കലാകാരന്മാരെയെല്ലാം തിരിച്ചറിഞ്ഞ് അവരുടെ കലാസൃഷ്ടികളെല്ലാം തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ ആൽബം പെട്ടെന്ന് പൂർത്തിയാക്കാം. കൂട്ടുകാരിയത്തെ ലാസ്റ്റ് സപ്പർ, അതായത് അവസാനത്തെ അത്തായം എന്നത് ലിയോണാർഡോ ഡാവിഞ്ചിയുടെ പെയിൻറ്റിംഗ് ആണ്, അതായത് കലാസൃഷ്ടിയാണ്. മൈക്കൽ ആഞ്ചലോയുടെ കലാസൃഷ്ടിയാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. റാഫേലിൻ്റെതാണ് ദ സ്കൂൾ ഓഫ് ഏതൻസ്. ലോറൻസോ ഗിബർട്ടിയുടെ കലാസൃഷ്ടിയാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്ട്രി. ഡൊണാറ്റിലോയുടെ കലാസൃഷ്ടിയാണ് ഗെറ്റാമെലൈറ്റ. അവസാനത്തെ അത്തായം എന്നത് ലിയോണാർഡോ ഡാവിഞ്ചിയുടെ പെയിൻറ്റിംഗ് ആണ്. മൈക്കൽ ആഞ്ചലോയുടെ പെയിൻറ്റിംഗ് ആണ് അന്ത്യവിധി. റാഫേലിൻ്റെ ചിത്രമാണ് ഏതൻസിലെ വിദ്യാലയം. ലോറൻസോ ഗിബർട്ടിയുടെ കലാസൃഷ്ടിയാണ് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ. ഡൊണാറ്റിലോയുടെ കലാസൃഷ്ടിയാണ് ഗെറ്റാമെലീറ്റ. ഇനി നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റി കാർഡ് നോക്കാം. റെനൈസൻസ് ഇൻ സയൻസ്. കംപ്ലീറ്റ് ദ ടേബിൾ. നവോത്ഥാനം ശാസ്ത്രത്തിൽ പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ സയൻറ്റിസ്റ്റ്, അതായത് ശാസ്ത്രജ്ഞന്മാർ, കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞ് 2 ബോക്സിലാക്കിയിട്ട് ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. അതിൽ ശാസ്ത്രജ്ഞന്മാരും അവർ കണ്ടുപിടിച്ചത് എന്താണോ അതാണ് നമ്മൾ 2ാമത്തെ ടേബിളിൽ എഴുതേണ്ടത്. നോക്കൂ, ഗലീലിയോ കണ്ടുപിടിച്ചതാണ് ടെലസ്കോപ്പ്. കോപ്പർനിക്കസ് കണ്ടുപിടിച്ചതാണ് സോളാർ സിസ്റ്റം തിയറി. ജോഹന്നാസ് ഗട്ടൻബർഗ് കണ്ടുപിടിച്ചതാണ് പ്രിൻറ്റിംഗ് പ്രസ്. ഗലീലിയോ, ടെലസ്കോപ്പ്, കോപ്പർനിക്കസ്, സൗരയൂഥ സിദ്ധാന്തം, ജോഹന്നാസ് ഗുട്ടൻബർഗ്, അച്ചടി യന്ത്രം.
നവോത്ഥാന ആശയങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തി. മതനവീകരണവും പുതിയ വാണിജ്യ മാർഗങ്ങൾ തേടിയുള്ള അന്വേഷണവും പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തവും അവയുടെ ഉപയോഗവും എടുത്തു പറയേണ്ടതാണ്. Renaissance ideas influenced all spheres of human life. Religious reformation, the discovery of new trade routes, the invention of new machines and their use should be highlighted and are remarkable. Identify the person. കുട്ടിയുടെ ചിത്രത്തിൽ കാണുന്നത് ആരെയാണ്? മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറിനെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തയാളാണ് മാർട്ടിൻ ലൂതർ. കൂട്ടുകാരെ, ഇനി നമുക്ക് ആക്ടിവിറ്റി കാർഡ് 6 നോക്കാം. ആഡ് ഡീറ്റെയിൽസ്. റിലീജിയസ് റിഫോർമേഷൻ, അതായത് മതനവീകരണം, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വിവരങ്ങൾ ചേർക്കാനാണ് പറയുന്നത്. ഒരു കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. റിഫൈൻമെൻറ്റ്സ് ഇൻ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഡ്യൂറിങ് ദ 16th century. വിവരങ്ങൾ കൂട്ടിച്ചേർക്കും. മതനവീകരണം 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം. കൂട്ടുകാരി, ഇനി നമുക്ക് എന്തെല്ലാം കൂട്ടിച്ചേർക്കാം? ജർമ്മനിയിലാണ് മതനവീകരണം ആരംഭിച്ചത്. റിഫോർമേഷൻ ബിഗാൻ ഇൻ ജർമ്മനി. മാർട്ടിൻ ലൂതർ മതരംഗത്ത് പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനായി മതനവീകരണത്തിന് നേതൃത്വം നൽകി. മാർട്ടിൻ ലൂതർ gave leadership to reformation to bring about reforms in the field of religion. അടുത്തത് എന്താണ് പറയുന്നത്? ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ആൻഡ് പെർsuaded the Europeans to search for sea routes. സമുദ്രമാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത ഘടകങ്ങൾ പട്ടികപ്പെടുത്താം. എന്തൊക്കെയാണ് സമുദ്രമാർഗം കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച, അതായത് സഹായിച്ച ഘടകങ്ങൾ? ഒന്നാമതായി, കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് കോൺകേർഡ് ബൈ ദ തുർക്സ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്നതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമതായി, ഏഷ്യയിലേക്കുള്ള പുതിയ കടൽ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യൻ വ്യാപാരികളെ ഇത് പ്രേരിപ്പിച്ചു. ഇറ്റ് പ്രോംപ്റ്റഡ് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് ടു ഡിസ്കവർ ന്യൂ സീ റൂട്ട്സ് ടു ഏഷ്യ. അത്തരം തിരയലുകൾക്കിടയിൽ അവർ ലോകത്തിലെ നിരവധി പുതിയ പ്രദേശങ്ങൾ കണ്ടെത്തി. ഡ്യൂറിങ് സച്ച് സെർച്ചസ് ദി ഡിസ്കവർഡ് സെവറൽ ന്യൂ റീജിയൻസ് ഇൻ ദ വേൾഡ്. വടക്കു നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം കടൽ യാത്ര കൂടുതൽ എളുപ്പമാക്കി. The invention of mariner's compass made the sea journey more easy. മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത് ചേഞ്ചസ് brought about in the field of commerce due to industrial revolution. വ്യവസായ വിപ്ലവം വാണിജ്യരംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ അടുത്തതായി എഴുതേണ്ടത്. എന്തൊക്കെയാണ്? ഡ്രാസ്റ്റിക് ചേഞ്ചസ് caused in the field of production. ഉൽപാദന രംഗത്ത് മാറ്റങ്ങൾ വരുത്തി, അല്ലേ? രണ്ടാമതായി, പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്. ഉൽപാദനം വർദ്ധിച്ചു, എന്നാൽ ഉൽപാദന ചെലവ് കുറഞ്ഞു. മൂന്നാമതായി, ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ്, പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം. നാലാമതായി, ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസ്ഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വ്യാവസായിക വിപ്ലവം ഉൽപാദന മേഖലയിലെ മാറ്റങ്ങൾ വരുത്തി. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ടിവിറ്റി കാർഡ് 7 ആണ്, 7. ഫ്രം പോർച്ചുഗൽ ടു കോഴിക്കോട്. In 1498, Vasco da Gama and his team reached the coast of Kapat near Kozhikode from Portugal. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ത്രൂ മാപ്പ് റീഡിംഗ്. പ്രവർത്തന കാർഡ് 7. പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക്. 1998 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് പോർച്ചുഗലിൽ നിന്നും വാസ്കോ ഡ ഗാമയും സംഘവും എത്തിച്ചേർന്നു. ഇനി നമ്മളോട് പറയുന്നത് ഭൂപട വായനയിലൂടെ ഉത്തരം കണ്ടെത്തൂ എന്നാണ്. ഒന്നാമതായി, വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ച ഭൂഖണ്ഡം, അതായത് ഈ വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ച കോണ്ടിനെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യൂറോപ്പാണ്. കൂട്ടുകാരെ, യൂറോപ്പാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ച ഭൂഖണ്ഡം. രണ്ടാമതായി, വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്ന ഭൂഖണ്ഡം അതേതാണ്? ഏഷ്യയാണ്. വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്ന കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഏഷ്യയാണ്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്ന സ്ഥലം അതേതാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്, കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട്. കാപ്പാട് നിയർ കോഴിക്കോട്. അടുത്തതായി, ഏത് ഭൂഖണ്ഡത്തെ വലം വെച്ചാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്? ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തെ വലം വെച്ചാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്. വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ച സ്ഥലം യൂറോപ്പ്. എത്തിച്ചേർന്ന കോണ്ടിനെന്റ്, എത്തിച്ചേർന്ന ഭൂഖണ്ഡം ഏഷ്യ. ഇന്ത്യയിൽ എത്തിച്ചേർന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ്.
ആഫ്രിക്ക ഭൂഖണ്ഡത്തെ വലം വെച്ചാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. കൂട്ടുകാരെ ഈ 4 കാര്യങ്ങളും എഴുതുമല്ലോ. ഒന്നും കൂടി പറഞ്ഞു തരാം. ദ കോണ്ടിനെന്റ് ഫ്രം വിച്ച് വാസ്കോ ഡ ഗാമ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ഏതാണ്? യൂറോപ്പ്. ദ കോണ്ടിനെന്റ് വെർ വാസ്കോ ഡ ഗാമ റീച്ച്ഡ്. വാസ്കോ ഡ ഗാമ എത്തിയ ഭൂഖണ്ഡം ഏഷ്യ. ദ പ്ലേസ് വെർ വാസ്കോ ഡ ഗാമ റീച്ച്ഡ് ഇന്ത്യ. ഇന്ത്യയിൽ വാസ്കോ ഡ ഗാമ എത്തിച്ചെന്ന സ്ഥലം കാപ്പാട് നിയർ കോഴിക്കോട്. വിച്ച് കോണ്ടിനെന്റ് ഡിഡ് വാസ്കോ ഡ ഗാമ വോയേജ് അറൌണ്ട് ടു റീച്ച് ഇന്ത്യ. ഏത് ഭൂഖണ്ഡത്തെ വലം വെച്ചാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്? ഏതാണ്? ആഫ്രിക്ക. ഓക്കെ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് ആക്ടിവിറ്റി കാർഡ് 7 നോക്കാം. ഹു ഈസ് ദ പോർച്ചുഗീസ് സെയിലർ ഹു റീച്ച്ഡ് കാലിക്കറ്റ് ഇൻ 1498 ഫോർ ട്രേഡ്? കൂട്ടുകാരെ ഇവിടെ 1948 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും 1498 എന്നാണ്. 1498 കച്ചവടത്തിനായി കോഴിക്കോടെത്തിയ പോർച്ചുഗീസ് നാവികനാര്? ആരാണ്? വാസ്കോ ഡ ഗാമ. ആരാണ്? വാസ്കോ ഡ ഗാമ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ഹു വാസ് ദ കിങ് ഓഫ് കാലിക്കറ്റ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്? ആരാണ്? ജമോറിൻ. സാമൂതിരി രാജാവാണ് അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. കച്ചവടത്തിനായി കേരളത്തിലെത്തിയ മറ്റു പോർച്ചുഗീസ് നാവികർ ആരെല്ലാം? ആരൊക്കെയാണ്? അൽമേദ ആൻഡ് അൽബുക്രക്ക്. അൽമേദയും അൽബുക്രക്കുമാണ് കച്ചവടത്തിനായി കേരളത്തിലെത്തിയ മറ്റു പോർച്ചുഗീസുകാർ. വാസ്കോ ഡ ഗാമയെ കൂടാതെയുള്ള മറ്റു പോർച്ചുഗീസുകാർ. നാലാമത്തെ ചോദ്യം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഗോവയും ദാമൻ ദിയു. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. പോർച്ചുഗീസ് ബന്ധങ്ങൾ സാംസ്കാരിക കാർഷിക മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഏതൊക്കെ? പോർച്ചുഗീസ് ബന്ധങ്ങൾ സാംസ്കാരിക കാർഷിക മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? Agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. The widespread use of printing machine and the development of the art form Chavittu Nadigam were some of the impacts of Indo-Portuguese relationship. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ടു നാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. അവസാനത്തെ ചോദ്യം ഇതാണ്. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാരാണ് സാമൂതിരി രാജാവിൻ്റെ നാവികപ്പടയുടെ തലവൻ. ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തന കാർഡിലേക്ക് പോവാം. പ്രവർത്തന കാർഡ് 8. ഇന്ത്യയുടെ രൂപരേഖ നിരീക്ഷിക്കും. കൂട്ടുകാരെ, നമുക്കിവിടെ ഇന്ത്യയുടെ ഒരു രൂപരേഖ നൽകിയിട്ടുണ്ട്. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ വിദേശികൾ ഇന്ത്യയുടെ നിരവധി പ്രദേശങ്ങൾ അവരുടെ അധീനതയിലാക്കി. അതായത് പല രാജ്യങ്ങൾ, അതായത് യൂറോപ്പിലെ പോർച്ചുഗലിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും ഡച്ചിൽ നിന്നുമെല്ലാം നിരവധി വിദേശികൾ വന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള നിരവധി പ്രദേശങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ അവരുടെ കീഴിലാക്കി, അവരുടെ അധീനതയിലാക്കി. ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് ഇന്ത്യ. Foreigners who reached India from Europe conquered many regions of India. നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നൽകിയിരിക്കുന്നത്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. കൂട്ടുകാരെ, നമുക്ക് ഇവരെ എല്ലാം അറിയാമല്ലോ. നമ്മൾ ഇവരെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. കൂട്ടുകാരെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ട്രേഡിംഗ് സെൻറ്റേഴ്സ്, അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളും ആ വാണിജ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നും എഴുതാനാണ്. പോർച്ചുഗീസിൻ്റെ ട്രേഡിംഗ് സെൻറ്റേഴ്സ്, വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. ഗോവ സ്ഥിതി ചെയ്യുന്നത് ഗോവ എന്ന് പറയുന്നത് സംസ്ഥാനമാണ്. ദാമൻ ദിയു സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ദാമൻ ദിയു എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിറ്ററിയാണ്. അടുത്തതായി ഡച്ചിൻ്റെ വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം. കൊച്ചിയും കൊല്ലവും ഉള്ളത് കേരളത്തിലാണ്. ഇംഗ്ലീഷുകാരുടെ വാണിജ്യ കേന്ദ്രമാണ് സൂറത്ത് ഗുജറാത്തിലാണ്. മദ്രാസ് അതായത് ചെന്നൈ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. കൽക്കട്ട അതായത് കൊൽക്കത്ത, ബോംബെ, മുംബൈ. ഇനി ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഇത് മൂന്നും കേരളത്തിലാണ്. അടുത്തതായി നമുക്ക് പ്രവർത്തന കാർഡ് 9 നോക്കാം. ആക്ടിവിറ്റി കാർഡ് 9. ആദ്യത്തെ ചോദ്യം എന്താണ്? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംസ് ടു പവർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരികയാണ്. കൂട്ടുകാരെ, ഇവിടെ ഒരു ഔട്ട്ലൈൻ മാപ്പ് കാണാം അല്ലേ? ഒരു രൂപരേഖ.
ആദ്യത്തെ ചോദ്യം ഇതാണ്: ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തൂ. ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തൂ. Find out the factors that motivated the English East India Company to gain power in Bengal. കൂട്ടുകാരെ ഇവിടെ നോക്കൂ. ഇവിടെ കൂട്ടുകാർ കാണാം, കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. എന്തൊക്കെയാണ്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. കൂട്ടുകാരെ ഇതാണ് എഴുതേണ്ടത്. നോക്കൂ, agricultural prosperity and the convenient trade facilities prompted the company to capture power in Bengal. കൂട്ടുകാരെ അതാണ് എഴുതേണ്ടത്. എന്താണ്? agricultural prosperity and the convenient trade facilities prompted the company to capture power in Bengal. അടുത്ത ചോദ്യം നോക്കാം. Did you see the British occupied territories in the outline map of India after the Battle of Buxar given above? If you look at the current map of India, you cannot see some of these areas. Those areas are now in other country. Which is that country? മുകളിൽ തന്നിട്ടുള്ള ഇന്ത്യയുടെ രൂപരേഖയിൽ ബക്സാർ യുദ്ധത്തിന് ശേഷം കാണുന്ന ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങൾ കണ്ടല്ലോ. ഇന്ത്യയുടെ ഇന്നത്തെ ഭൂപടം നിരീക്ഷിച്ചാൽ ഇതിലെ ചില പ്രദേശങ്ങൾ കാണാൻ കഴിയില്ല. ആ പ്രദേശം മറ്റൊരു രാജ്യമാണ്. രാജ്യം ഏത്? കൂട്ടുകാരെ, ബക്സാർ യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ഇന്നത്തെ ഭൂപടം നിരീക്ഷിച്ചാൽ ബക്സാർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് അധീനതയിലുള്ള ചില പ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ആ പ്രദേശങ്ങളുടെ ഭൂരിഭാഗവും ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പ്രദേശങ്ങളുടെ ഭൂരിഭാഗവും ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇവിടെ എഴുതേണ്ടത് ബംഗ്ലാദേശ് എന്നാണ്. കൂട്ടുകാരെ, ഇനി പ്രവർത്തന കാർഡ് 10 നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യം വ്യാപിക്കുന്നു. രൂപരേഖകൾ താരതമ്യം ചെയ്ത് 1757 പ്ലാസി യുദ്ധം മുതൽ 1857 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കൈവശപ്പെടുത്താൻ ഇംഗ്ലീഷുകാർ നടത്തിയ യുദ്ധങ്ങളും നിയമങ്ങളും മനസ്സിലാക്കിയല്ലോ. യുദ്ധങ്ങൾ വഴിയും നിയമങ്ങൾ വഴിയും ബ്രിട്ടീഷുകാർ നേടിയെടുത്ത പ്രദേശങ്ങൾ പട്ടികപ്പെടുത്തുക. കൂട്ടുകാരെ നോക്കൂ. The British dominance expands. Compare the above maps and understand the battles waged and rules adopted by the British to occupy different regions of India from the Battle of Plassey in 1757 to 1857. List out the territories conquered by the British through wars and laws. 3 ടേബിളായിട്ടാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ആദ്യത്തേതിൽ ബാറ്റിൽസ്, അതായത് യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ അധീനതയിലാക്കിയ സ്ഥലങ്ങളാണ് നമ്മൾ ആദ്യത്തെ കള്ളിയിൽ എഴുതേണ്ടത്, ആദ്യത്തെ ബോക്സിൽ എഴുതേണ്ടത്. രണ്ടാമതായി സബ്സിഡറി അലയൻസ്, അതായത് സൈനിക സഹായ വ്യവസ്ഥ, അതിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ സ്ഥലങ്ങൾ നമ്മൾ രണ്ടാമത്തെ ടേബിളിൽ എഴുതണം. ഓക്കെ. മൂന്നാമതായി ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നയം, അതിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ സ്ഥലങ്ങൾ കൂട്ടുകാർക്ക് അറിയാമല്ലോ, അത് എഴുതണം. നമുക്ക് എഴുതി നോക്കാം. കൂട്ടുകാരെ, ബാറ്റിൽസിലൂടെ, അതായത് യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ അധീനതയിലാക്കിയ സ്ഥലങ്ങളാണ് ബംഗാൾ, മലബാർ, കൂർഗ്, മറാത്ത. ഈ 4 സ്ഥലങ്ങളുടെ പേരാണ് കൂട്ടുകാർ അവിടെ എഴുതേണ്ടത്. ബംഗാൾ, മലബാർ, കൂർഗ്, മറാത്ത. പ്ലാസി യുദ്ധത്തിലൂടെയും ബക്സാർ യുദ്ധത്തിലൂടെയും അവർ കീഴടക്കിയ സ്ഥലമാണ് ബംഗാൾ. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിലൂടെ അവർ കീഴടക്കിയ സ്ഥലമാണ് മലബാർ, കൂർഗ് എന്നിവ. മറാത്ത യുദ്ധങ്ങളിലൂടെ അവർ കീഴടക്കിയ സ്ഥലമാണ് മറാത്ത. കൂട്ടുകാർ ഈ 4 സ്ഥലങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. സ്ഥലങ്ങളുടെ പേര് ഒന്നുകൂടി നോക്കിക്കോളൂ. ബംഗാൾ, മലബാർ, കൂർഗ്, മറാത്ത. കൂട്ടുകാരെ, സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസിലൂടെ ബ്രിട്ടീഷുകാർ അധീനതയിലാക്കിയ സ്ഥലങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. കൂട്ടുകാർക്ക് ഇവിടെ രണ്ടാമത്തെ വരിയിൽ കാണാമല്ലോ, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. സബ്സിഡറി അലയൻസിലൂടെ അവർ കീഴടക്കിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഇനി കൂട്ടുകാരെ, അവർ ഡോക്ട്രൈൻ ഓഫ് ലാപ്സിലൂടെ, അതായത് ദത്താവകാശ നിരോധന നയത്തിലൂടെ പിടിച്ചടക്കിയ സ്ഥലങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ഈ 5 സ്ഥലങ്ങളാണ് അവർ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നിയമത്തിലൂടെ അവർ കീഴടക്കിയ സ്ഥലങ്ങൾ. സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ.
ദത്തവകാശ നിരോധന നിയമത്തിലൂടെ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആക്ടിവിറ്റി കാർഡ് 1 മുതൽ 10 വരെയാണ് ഡിസ്കസ് ചെയ്തത്. കൂട്ടുകാർക്ക് ആക്ടിവിറ്റി കാർഡെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.